ഹലോ ഗായ്സ്, തൃശ്ശൂർ പൂരം പ്രമാണിച്ച് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ ഭയങ്കര ഫേമസ് ആണല്ലേ. തൃശ്ശൂർക്കാർ എന്തായാലും തന്നെ ഒരു തൃശ്ശൂർ എക്സിബിഷൻ കാണാതിരിക്കാറില്ല. അപ്പോൾ ദേ നമ്മളും വന്നിട്ടോ. പക്ഷെ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്കുകളൊക്കെ ഓൾമോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവാറില്ല. പക്ഷെ എന്താ ഇപ്പോൾ നല്ല ഒരു നമുക്ക് പതിയെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ, പാമ്പാണ് കാണുന്നത്. ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഈ ബാഗൊക്കെ കാണാൻ എന്ത് രസമാണല്ലോ കാണാൻ. പക്ഷെ അത്യാവശ്യം റേറ്റുകളും വരുന്നുണ്ട്, കാണാൻ ഭംഗിയുള്ളത് പോലെ തന്നെ കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഭരണികൾ എൻ്റെ വീക്ക്നെസ്സാണ്. ചേട്ടൻ അതുകൊണ്ട് അധികം നേരം എൻ്റെ അവിടെ നിർത്തിയില്ല കേട്ടോ. പിന്നെ അതേ ഒരുപാട് മെറ്റീരിയലൊക്കെ ഉണ്ട്, പക്ഷേ അത്യാവശ്യം റേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പേഴ്സ്, അതേപോലെ തന്നെ ലേഡീസിനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ചെരുപ്പ്, പേഴ്സ്, ബാഗ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് ഇതിനൊക്കെ 1500 കേട്ടോ ഈ ചെരുപ്പിനൊക്കെ വരുന്നത്. പുറത്തത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ സ്റ്റോളിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ചേട്ടന് ഇഷ്ടപ്പെട്ടത് ആ വിത്തുകളും കായ്കളൊക്കെയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ എൻ്റെർലി ഡിഫറെൻ്റ് ആണ് ചേട്ടന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കേട്ടോ. പിന്നെ അച്ചാറുകൾ, അതേപോലെ തന്നെ പണ്ടത്തെ മിഠായികൾ, പിന്നെ പെൻസില്, കത്തി, ജേഴ്സി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഗ്ലാസ്സുകൾ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ ഗ്ലാസ്സുകൾ വാങ്ങിച്ചിട്ട് ഇപ്പോഴും വീട്ടിൽ അനങ്ങാതിരിക്കുന്നുണ്ട്. ആ വശത്തേക്ക് നോക്കില്ല. പിന്നെ ഇപ്പം കാണിച്ച കളർഫുള്ളായിട്ടുള്ള സ്പൂൺ കണ്ടോ, അത് ഞാനിങ്ങോട്ട് എടുത്തിട്ടോ. പിന്നെ എൻ്റെ വീട്ടിലുണ്ട് ആ എണ്ണയിൽ ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്ന സാധനം എന്നും പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ നല്ല ഭംഗിയുള്ള ചീനച്ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണല്ലോ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ ആൻറ്റിക് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ, നല്ല ഷോയ്ക്ക് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഈ ബുദ്ധൻ്റെ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ കാണുന്ന മാല വെറും 3000 രൂപയുള്ളെന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ചാലോന്ന് ചേട്ടനോട് ചോദിച്ചപ്പോൾ 3000 എന്നാണ് പറഞ്ഞത്, 300 എന്നല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ അതേ അച്ചാറുകളൊക്കെ കണ്ടോ ഗൈസ്. നമുക്ക് ടേസ്റ്റ് നോക്കി വാങ്ങാം. എല്ലാം ഇങ്ങനെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അതേ ചേച്ചിമാരൊക്കെ കുറേ തുണിയിൽ മുക്കാൻ പറ്റിയ നല്ല സ്മെല്ലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ടേസ്റ്റ് നോക്കി ഇതേപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം കേട്ടോ. പിന്നെ ഇതാ ഷോയ്ക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ്, മാലയൊക്കെ കണ്ടോ ഗൈസ്, എന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്നു. പിന്നെ അങ്ങനെ കുറേ സ്റ്റാളുകളൊക്കെ നമ്മൾ കയറി. പിന്നെ അത് കഴിഞ്ഞത് ഇവിടെ കളിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും വേഗം നമ്മൾ ഓടിയെത്തി കേട്ടോ. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാം, മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിങ്ങനെ കിടന്ന് ആടിയിട്ട് കുത്തനെ നിൽക്കുന്ന നിപ്പ് കാണണമായിരുന്നു. എന്താ ഒരു സുഖം. ഈ സംഭവത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറി, എനിക്ക് മതിയായി പോയി, പേടിച്ച് വിറച്ചാകെ. പിന്നെ എന്താ പണ്ടത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടു. എന്താ പണ്ടത്തെ നമ്മളുടെ മണ്ണെണ്ണ വിളക്ക്, ഫോണ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കേട്ടോ. എക്സിബിഷൻ എന്തായാലും നമ്മൾ ഓടിച്ചിട്ട് വേഗം കണ്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.